ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. സാമൂഹ്യശാസ്ത്രം 7ാമത്തെ പാഠമാണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്. ഇത് 117 മുതലാണ് കേട്ടോ. 117 മുതലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. നമ്മളിതുവരെ റോഡ് ട്രാൻസ്പോർട്ടിലെ റോഡ് ഗതാഗതത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റെയിൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. The sight of a train arouses the curiosity of people of all age groups. അല്ലേ, ഒരു തീവണ്ടി ഇപ്പോഴും എല്ലാ പ്രായത്തിലുള്ള ആളുകളും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു സംഭവമാണ് അല്ലേ തീവണ്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. നമ്മൾ കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണിത്. ദ റെയിൽവേ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. ഇത് ആദ്യം എവിടെയാണ്? ബ്രിട്ടനിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് റെയിൽവേ സംവിധാനം. പിന്നെയോ ദ ലൊക്കോമോറ്റീവ് ട്രെയിൻ കെയിം ഇൻ ടു ബീയിങ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ. അതായത് സ്റ്റീം എൻജിൻ കണ്ടുപിടിച്ചതോടെയാണ് എന്ത് ലോക്കോമോട്ടീവ് ട്രെയിൻ നിലവിൽ വന്നത്. 1825 ഇൻ 1825 ജോർജ് സ്റ്റീഫൻസൺ ബിൽറ്റ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എൻജിൻ ഇൻ ബ്രിട്ടൻ. അതായത് 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ എൻജിൻ നിർമ്മിച്ചു. അത് എന്തിലാണ് അത് പ്രവർത്തിപ്പിക്കുന്നത്? കോൾ വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ടു റൺ ഇറ്റ്. അല്ലേ, കൽക്കരി ആണ് ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ലേറ്റർ ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഡീസൽ എൻജിൻസ് ആൻഡ് ഇലക്ട്രിക് എൻജിൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. പിന്നീട് സാങ്കേതിക പുരോഗതിയെ തുടർന്ന് എന്തായി? ഡീസൽ എൻജിനുകളും ഇലക്ട്രിക് എൻജിനുകളും ഒക്കെ നിലവിൽ വന്നു. അപ്പോൾ ആദ്യം എൻജിൻ എന്തുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്? കൽക്കരി ഉപയോഗിച്ചാണ്. പിന്നെ ഡീസൽ ഇലക്ട്രിക് എൻജിൻസ് ഒക്കെ മുന്നോട്ട് വന്നു. പിന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. അപ്പോൾ സ്റ്റീം എൻജിൻ നിർമ്മിച്ചത് ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ് അല്ലേ. അടുത്തത് ഇൻ 1825 ദ വേൾഡ്സ് ഫസ്റ്റ് റെയിൽവേ ട്രാക്ക് വാസ് ബിൽഡ് കണക്റ്റിംഗ് ദ സിറ്റീസ് ഓഫ് സ്റ്റോക്സൺ ആൻഡ് ഡാർലിംഗ്ടൺ ഇൻ ഇംഗ്ലണ്ട്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ അതുപോലെ തന്നെ ഡാർലിംഗ്ടൺ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ലോകത്തിലെ ആദ്യത്തെ റെയിൽവേ ട്രാക്ക് നിർമ്മിച്ചു. ദ വേൾഡ്സ് റെയിൽ ട്രാൻസ്പോർട്ട് commenced by running the locomotive Stephenson rocket built by George Stephenson on this track. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോറ്റീവ് ഈ ട്രാക്കിൽ ഓടിച്ചാണ് ലോക റെയിൽ ഗതാഗതം ആരംഭിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത് ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോറ്റീവ് ട്രാക്കിൽ ഓടിച്ചാണ് അല്ലേ. ഇനി ഇവിടെ വിവിധ കാലഘട്ടങ്ങളിലുള്ള റെയിൽ ഗതാഗതത്തിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ ട്രെയിൻ ക്യാരിയിങ് കോൾ അല്ലേ, കൽക്കരി കൊണ്ടുപോകുന്ന ആദ്യകാല തീവണ്ടിയാണ് ഒന്നാമത്തെ പിക്ചറുള്ളത്. രണ്ടാമത്തേതോ പ്രത്യേക ട്രാക്കിലൂടെ കുതിരകൾ വലിച്ചു കൊണ്ടുപോകുന്ന തീവണ്ടിയാണ്. എ ട്രെയിൻ ഡ്രോൺ ബൈ ഹോഴ്സസ് ഓൺ എ സ്പെഷ്യൽ ട്രാക്ക്. മൂന്നാമത്തേത് കോൾ വാഗൺ യൂസ്ഡ് ഫോർ ട്രാവലിംഗ്, യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കൽക്കരി വണ്ടി. പിന്നെ ഡീസൽ പവേർഡ് കാരേജ്, ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വണ്ടി. പിന്നെയോ ഇലക്ട്രിക് ട്രെയിൻ അല്ലേ. പിന്നെ ആറാമത്തത് ബുള്ളറ്റ് ട്രെയിൻ. അടുത്തത് ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹൂ സ്റ്റാർട്ടഡ് റെയിൽ ട്രാൻസ്പോർട്ട് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ഗതാഗതം ആരംഭിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് അല്ലേ. ദ ട്രാൻസ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ബൈ സീ. അവർ ഇന്ത്യയിൽ നിന്ന് കടൽ മാർഗമാണ് യൂറോപ്പിലേക്ക് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളൊക്കെ എത്തിച്ചിരുന്നത്. റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ഗുഡ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ടു ദ പോർട്സ്. അതായത് ഈ ചരക്കുകളും പ്രകൃതി വിഭവങ്ങളൊക്കെ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത്. ഇവിടെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് റെയിൽവേ ബോംബെ അല്ലേ. ഇപ്പോൾ ബോംബേൻ്റെ പേരെന്താ? മുംബൈന്ന്. ബോംബെ ടു താനെ 1853 ട്രെയിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള ഫ്രം ബേപ്പൂർ ടു തിരൂർ. ബേപ്പൂർ തിരൂരിലേക്കുള്ള ആദ്യത്തെ ട്രെയിൻ ഏതാണ്? 1861 അല്ലേ.
The railway is the mode of transport that people mainly rely on for their daily travel, transportation of goods and leisure trips. അതായത് ദൈനംദിന യാത്രകൾക്കും ചരക്ക് ഗതാഗതത്തിനും വിനോദയാത്രകൾക്കും ഒക്കെ ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത മാർഗമാണ് ഏത്? റെയിൽവേ. എ ബ്രോഡ് ആൻഡ് എക്സ്റ്റെൻസീവ് റെയിൽവേ നെറ്റ്വർക്ക് എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ. ഇന്ന് വിപുലവുമായ ഒരു റെയിൽവേ ശൃംഖല തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. The metro rail system has been launched in major cities of India to improve transport facilities and reduce air pollution. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതിനുമായിട്ട് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് മെട്രോ റെയിൽ ഗതാഗതം നോക്കിയാലോ? മെട്രോ റെയിൽ വാസ് സ്റ്റാർട്ടഡ് ടു സോൾവ് ദ ട്രാഫിക് ഇഷ്യൂസ് ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് റിഡ്യൂസ് എയർ പൊല്യൂഷൻ. വലിയ വലിയ നഗരങ്ങളിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അന്തരീക്ഷത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ ട്രെയിൻ ആരംഭിച്ചത്. മെട്രോ റെയിൽ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ ആൻഡ് കൊച്ചി. പിന്നെ കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും മെട്രോ റെയിൽ സംവിധാനമുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ടാണ് അല്ലേ. റെയിൽ ഗതാഗതത്തിൻ്റെ ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3 അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ഗതാഗത മാർഗമാണ് റെയിൽ ട്രാൻസ്പോർട്ട്. പിന്നെയോ ഹെൽപ്പ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്. ചരക്കുകളുടെ വലിയ തുക നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെയോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം. സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത നമുക്ക് എന്തെഴുതാം? ഹെൽപ്പിംഗ് ദ അഗ്രികൾച്ചർ സെക്ടർ ബൈ വൈഡനിങ് ദ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. കാർഷിക വിപണി വ്യാപകമാക്കി കാർഷിക മേഖലയെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും പഠിച്ചു. ഇനിയുള്ളത് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ടാണ് കേട്ടോ. ജലഗതാഗത മാർഗങ്ങളാണ്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുള്ളത് നോക്കിക്കേ. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്? സഞ്ചാരത്തിന്, ചരക്ക് നീക്കത്തിന്, സാഹസിക വിനോദത്തിനായി, മത്സ്യബന്ധനത്തിന്, വിനോദസഞ്ചാരത്തിന്. മീഡിയം കുട്ടികൾക്കാണെങ്കിൽ ഫോർ ട്രാവൽ, ഫോർ കാർഗോ മൂവ്മെൻറ്റ്, ഫോർ അഡ്വഞ്ചർ ഫൺ, ഫോർ ഫിഷിംഗ്, ഫോർ ടൂറിസം. What could have been the circumstance that led humans to discover the mode of water transport? ജലഗതാഗത രീതി കണ്ടെത്തുന്നതിലേക്ക് മനുഷ്യരെ നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? The situations in which humans and animals were not able to cross water bodies might have led to the concept of water transport. അല്ലേ, മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ച് കടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ജലഗതാഗതം എന്ന ആശയത്തിലേക്ക് അവരെ നയിക്കുകയാണ് അല്ലേ. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒന്നും ജലാശയങ്ങൾ മുറിച്ച് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് അവരെ ജലഗതാഗതം എന്ന ആശയത്തിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെയോ ഹ്യൂമൻസ് ഹൂ യൂസ്ഡ് റാഫ്റ്റ്സ് ആൻഡ് ലോഗ്സ് മെയ്ഡ് canoes by hollowing out the pitch of logs by burning them. Later the invention of appropriate tools made canoe making easy. Gradually, various types of boats and sailing ships were built. This further improved water transport. ക്രമേണ അവർ വിവിധ ബോട്ടുകളും കപ്പലുകളും നിർമ്മിച്ചു. ഇത് ജലഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്തി. Which are the water transport vehicles you have traveled on? നിങ്ങൾ സഞ്ചരിച്ച ജലഗതാഗത മാർഗങ്ങൾ ഏതൊക്കെയാണ്?
ബോട്ട്, സ്പീഡ് ബോട്ട്, മൊസ്കിറ്റോ ബോട്ട്, സ്മഗ്ലിംഗ് ബോട്ട്, ഹൗസ് ബോട്ട്, ഷിപ്പ് അല്ലേ? നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ സഞ്ചരിച്ചണമെങ്കിൽ അത് എഴുതിയെടുക്കുക കേട്ടോ. മേക്ക് മോഡൽസ് ഓഫ് വാരിയസ് വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസിങ് അവൈലബിൾ എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദം ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ ഉണ്ടാക്കി അവതരിപ്പിക്കാനുള്ളതാണ്. മെസൊപ്പൊട്ടേമിയൻ പീപ്പിൾ യൂസ്ഡ് വാട്ടർ ക്രാഫ്റ്റ് സച്ച് ആസ് ഷിപ്പ് ഫോർ ട്രേഡ്. മെസൊപ്പൊട്ടേമിയൻ ജനത കച്ചവടത്തിനായി കപ്പലുകൾ പോലുള്ള ജലവാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ദ ബിൽറ്റ് ബോട്ട്സ് ഓഫ് വാരിയസ് സൈസസ് ദാറ്റ് വേർ പ്രോപ്പൽഡ് ബൈ ഓസ് ആൻഡ് ലോങ് പോൾസ്. അതായത് തുഴകളും നീളമുള്ള തണ്ടുകളും ഉപയോഗിച്ച് ചലിപ്പിക്കുന്ന വിവിധ വലുപ്പത്തിലുള്ള ബോട്ടുകൾ അവർ നിർമ്മിച്ചു. ദീസ് വേർ യൂസ്ഡ് ഫോർ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ആൻഡ് നാവിഗേഷൻ. ചരക്ക് ഗതാഗതത്തിനും നാവിഗേഷനും വേണ്ടി അവർ ഇവ ഉപയോഗിച്ചു. ഇനിയോ അടുത്തത്, റെമനൻസ് ഓഫ് ഡോക്യാർഡ്സ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് ലോത്തൽ ഇൻ ഗുജറാത്ത്, എ സൈറ്റ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഇൻസൈനിയ ഓഫ് ബോട്ട് വേർ ട്രേസ്ഡ് ഓൺ സീൽസ് എക്സ്കവേറ്റഡ് ഫ്രം ലോത്തൽ ആൻഡ് മെസൊപ്പൊട്ടേമിയൻ സീൽസ് ഫൗണ്ട് അറ്റ് Harappa. From this it is evident that water transport existed then. ഇവിടെ കപ്പൽ നിർമ്മാണ കേന്ദ്രം, ലോഥലിലെ കപ്പൽ നിർമ്മാണ കേന്ദ്രമാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയ ലോത്തൽ മെസൊപ്പൊട്ടേമിയൻ മുദ്രകളിൽ നിന്ന് ഖനനം ചെയ്ത മുദ്രകളിലാണ് ബോട്ടിൻ്റെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ജലഗതാഗതം അന്ന് നിലനിന്നിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകണം. ഈ കണ്ടെത്തലുകളിൽ നിന്ന് അവിടെ ജലഗതാഗതം ഉണ്ടായിരുന്നു ആദ്യകാലത്ത് എന്നുള്ളത് വ്യക്തമാണ്. ജലഗതാഗതം രണ്ട് രീതിക്ക് നമുക്ക് തരംതിരിക്കാം. വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു, ഇൻലാൻഡ് ആൻഡ് മെരിടൈം. ജലഗതാഗതത്തെ നമുക്ക് ഉൾനാടൻ, സമുദ്രം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് റെയിൽവേസ്, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. റെയിൽവേയുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഇന്ത്യയിലെ പല ഗതാഗത മാർഗവും ഉൾനാടൻ ജലഗതാഗതം ആയിരുന്നു. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതം വികസിച്ചു. പിന്നീട് ഇതിനായി കനാലുകൾ നിർമ്മിച്ചു അല്ലേ? ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വേർ ദർ were plenty of rivers and backwaters. Later canals were constructed for this purpose. ഇനി എന്താണ് ഇൻലാൻഡ് വാട്ടർവേസ് ഓഫ് കേരള അല്ലേ? കേരളത്തിലെ ഉൾനാടൻ ജലപാതകൾ എന്താണ്? എവിടെയാണ്? നാഷണൽ വാട്ടർവേ നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം ആൻഡ് കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ ആർ ദ two important inland waterways in Kerala. Until the railway system got strengthened, goods transport was mainly dependent on these waterways. Nowadays, inland waterways attract considerable number of tourists. അതായത് എന്താണ് മക്കളെ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ 2 പ്രധാന ഉൾനാടൻ ജലപാതകൾ. റെയിൽവേ സംവിധാനം ശക്തമാകുന്നത് വരെ ചരക്ക് ഗതാഗതം പ്രധാനമായും ഈ ജലപാതകളെ ആശ്രയിച്ചായിരുന്നു. ഇന്ന് ഉൾനാടൻ ജലപാതകൾ ഗണ്യമായി എണ്ണം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. Europeans gave importance to water transport to improve trade with India. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും ജലഗതാഗതത്തിനും യൂറോപ്യന്മാർ പ്രാധാന്യം നൽകി. ഏർലിയർ യൂറോപ്യൻസ് ബിൽറ്റ് കനാൽസ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസിലെ ആദ്യം നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗമായിട്ട് യൂറോപ്യന്മാർ കനാലുകൾ നിർമ്മിച്ചിരുന്നു. Such canals began to be used mainly for water transport. ഇവർ പ്രധാനമായിട്ടും അത്തരം കനാലുകൾ ജലഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. കനോലി കനാല്, പാർവതി പുത്തനാർ എക്സെട്ര ആർ സം ഓഫ് ദ കനാൽസ് ബിൽറ്റ് ഇൻ കേരള. ആലപ്പുഴ, നോൺ ആസ് ദ വെനീസ് ഓഫ് ദ ഈസ്റ്റ്, ഹാസ് മെനി കനാൽസ്. കനോലി കനാല്, പാർവതി പുത്തനാർ തുടങ്ങിയ കേരളത്തിൽ നിർമ്മിച്ച കനാലുകളാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയ്ക്ക് നിരവധി കനാലുകളുണ്ട്. അപ്പോൾ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആലപ്പുഴയാണ് അല്ലേ? ഇനി ഇവിടെ കനോലി കനാലിനെ കുറിച്ചും പാർവതി പുത്തനാറിനെ കുറിച്ചും എന്താന്ന് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. കൊണോലി കനാൽ. HV കൊണോലി
The district collector of Malabar during the British rule proposed a broad waterway from Kozhikode to Kodungallur in 1845. Later, canals were built connecting the rivers up to Kodungallur, including Ponnani and Chavakkad regions. This waterway thereafter was known as the Konoli Canal. അതായത് എന്താണ്, ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിലെ ജില്ലാ കളക്ടറായിരുന്ന കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായിട്ടുള്ള ഒരു ജലപാത നിർദ്ദേശിച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് പ്രദേശങ്ങൾ ഉൾപ്പെടെ കൊടുങ്ങല്ലൂർ വരെയുള്ള നദികളെ ബന്ധിപ്പിച്ച് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാതയാണ് പിന്നീട് കനോലി കനാൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് പാർവതി പുത്തനാർ. പാർവതി പുത്തനാർ ഈസ് എ കനാൽ കണക്റ്റിംഗ് വേലി, അതുപോലെ തന്നെ കഠിനംകുളം ബാക്ക്വാറ്റേഴ്സ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. പിന്നെ ജലഗതാഗതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇൻ ദ പാസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാവൽ ആൻഡ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് വേർ മോസ്റ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ മെറിടൈം ട്രാൻസ്പോർട്ട്. ആദ്യകാലങ്ങളിൽ അന്താരാഷ്ട്ര യാത്രകളും ചരക്ക് ഗതാഗതവും കൂടുതലും സമുദ്ര ഗതാഗതത്തെയാണ് ആശ്രയിച്ചിരുന്നത്. The invention of sailing ships navigated with the help of wind has improved maritime transport. കാറ്റിൻ്റെ സഹായത്തോടെ സഞ്ചരിച്ചിരുന്ന കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്ര ഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്തി. That marked an increase in the number of voyages to other countries. അത് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തി. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ, സ്റ്റീം പവേർഡ് സെയിലിംഗ് ഷിപ്പ് were built and sea voyages became safer. Later fuel powered ship came into being. അതായത് ആവി എൻജിൻ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് ആവിയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കപ്പെടുകയും കടൽ യാത്രകൾ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളും നിലവിൽ വന്നു. ഇവിടെ സെയിൽ ഷിപ്പിൽ 2 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. മെറിടൈം ട്രാൻസ്പോർട്ട് ഈസ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർവേസ് ആൻഡ് ഇൻ്റർനാഷണൽ വാട്ടർവേസ്. തീരദേശ ജലപാതകളിലൂടെയും അന്താരാഷ്ട്ര ജലപാതകളിലൂടെയും സമുദ്ര ഗതാഗതം സാധ്യമാണ്. കോസ്റ്റൽ വാട്ടർവേസ് ട്രാൻസ്പോർട്ട് ഗൂഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ബിറ്റ്വീൻ പോർട്സ് ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ കൺട്രി. തീരദേശ ജലപാതകൾ രാജ്യത്തിൻ്റെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രക്കാരെയും കൊണ്ടുപോകുന്നു. But goods and passengers are transported between ports of other countries through international waterways. Imports and exports take place mainly through this waterway. ചരക്കുകളെയും യാത്രക്കാരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. എന്നാൽ ചരക്കുകളും യാത്രക്കാരും മറ്റ് രാജ്യങ്ങളിലെ തുറമുഖങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഈ ജലപാതയിലൂടെയാണ് പ്രധാനമായും ഇറക്കുമതിയും കയറ്റുമതിയും നടക്കുന്നത്. ഇനി നമുക്ക് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? എന്താണ് ജലഗതാഗതത്തിൻ്റെ ഗുണങ്ങൾ? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ്, താരതമ്യേന എക്സ്പെൻസ് കുറവാണ്. ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ അല്ലേ, കുറഞ്ഞ അളവിലുള്ള മലിനീകരണമാണ് ഉള്ളത്. പിന്നെയോ മോർ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി അല്ലേ, കൂടുതൽ ചരക്ക് നീക്കത്തിനുള്ള ശേഷി. പിന്നെ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എയർ ട്രാൻസ്പോർട്ട് നമുക്ക് അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.